ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ഭൂമി, എൻ്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, ഇറ്റ് വാസ് എ പെർഫെക്റ്റ് എർത്ത്. ദൈവത്തിന്റെ ഇന്റൻഷൻ അനുസരിച്ച്, ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചുള്ളതായിരിക്കുന്ന ഒരു നല്ല ഭൂമി. പാപമില്ല, പാപം ചെയ്യുന്നവരാരുമില്ല, എല്ലാം വളരെ ഭംഗി. പക്ഷെങ്കിൽ ദൈവം ഒരുവനെ നിർത്തിയതായിരിക്കുന്ന സ്ഥാനത്ത്, അവൻ്റെതായിരിക്കുന്ന ഔദ്യോഗികമായിരിക്കുന്ന ബിസി ഷെഡ്യൂൾ, ദൈവത്തിന്റെ അടുത്ത സാന്നിധ്യത്തിലേക്ക് അവനെ കൊണ്ടിരുത്തിയത് ദൈവത്തിനെതിരായിട്ട് ദൈവത്തെക്കാൾ സിംഹാസനം വെക്കുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് ജീവിതത്തിൽ വന്ന തെറ്റ്. ദൈവം എന്ത് ചെയ്തു? ആ ഭൂമിയെ ദൈവം വെള്ളം കൊണ്ട് നശിപ്പിച്ചു. എത്ര കാലം വെള്ളം കൊണ്ട് നശിപ്പിച്ചു നമുക്കറിയത്തില്ല. ഇന്ന് ശാസ്ത്രന്മാർ പറയുന്നുണ്ട്, മില്യൺ ഇയേഴ്സിന് മുമ്പുള്ള ജീവജാലങ്ങളെയൊക്കെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ദൈവം അതിനത് വിരുദ്ധമായിട്ടല്ല, ദൈവത്തിന് അതിനും അതിനെ ശക്തമായിട്ട് സമ്മതിക്കുക. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, അന്നത്തെ ആ ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ടതിനെ ദൈവം എന്ത് ചെയ്തു? ആ വെള്ളത്തിൽ നിന്ന് അടുത്തൊരു ഭൂമിയെ ദൈവം കൊണ്ടുവന്നു. ശ്രദ്ധിച്ചോണേ, ഭൂമിയെ ദൈവം മാറ്റിയില്ല. പക്ഷെങ്കിൽ എന്ത് ചെയ്തു? ആദ്യത്തെ ഭൂമിക്ക് ചില രൂപാന്തരം വരുവാനിടയായി തന്നു. ആ രൂപാന്തരം വന്നതായിരിക്കുന്ന ഭൂമിയിലാണ് ദൈവം വീണ്ടും ശാപഗ്രഹം അയക്കുവാനിടയായി തന്നത്.